കേരളത്തിൽ വേദപുസ്തക വായന ഒരു ചരിത്ര നിരീക്ഷണം. വേദവചന വായന കേരളത്തിൽ ഒരു ചരിത്ര നിരീക്ഷണമെന്നത് സുദീർഘമായ ഒരു പഠന മേഖലയാണ്. ഒരു ചെറിയ ഭാഗമേ ഇതിൽ നിരീക്ഷണ വിധേയമാകുന്നുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. വെളിപ്പാടുകളിലൂടെ മനുഷ്യരാശിക്ക് ലഭ്യമായ അറിവുകൾ മനുഷ്യ ചരിത്രവുമായി ഇണപിരിയാതെ നിലകൊള്ളുന്ന സംഭവങ്ങളാണ്. വചിക്കപ്പെട്ടതാണ് വചനം. സംസാരിക്കപ്പെട്ട വചനം ശ്രവ്യ സാധ്യത മാത്രമുള്ള അറിവാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശബ്ദമായും ദർശനങ്ങളായും ദൈവസ്വരം ലഭിച്ചവരുടെ ഇടപെടലുകളായും വെളിപ്പാടുകളായി വിപുലമാകുന്നത് ചരിത്രങ്ങളിൽ ശ്രദ്ധേയമാണ്. അറിവ് എന്ന വേദം പുസ്തകമായി രൂപാന്തരപ്പെടുന്നതിന് മാധ്യമമായി വർദ്ധിക്കുന്നത് ഭാഷയും എഴുത്തും ആകുന്നു. ഓരോ പുരാതന ഭാഷകളുടെയും വായ്മൊഴികളിലേക്കുള്ള വളർച്ചയുടെ തെളിവുകൾ വിരളമാണ്. ഇസ്രായേലും വേദ വായനയും. പുരാതന നാഗരികതകളെല്ലാം അമാനുഷികവും അതിശക്തവുമായ ദൈവവിശ്വാസങ്ങളുടെ ചരിത്രം പേർന്നവയാണ്. പുരാതന സംസ്കാരങ്ങളായ സുമേറിയൻ, ഈജിപ്ഷ്യൻ, മെസോപ്പൊട്ടോമിയൻ, സിന്ധു നദീതട സംസ്കാരം മുതലായ മനുഷ്യ സാമൂഹ്യ ജീവിത ഇടങ്ങളിലെല്ലാം സൃഷ്ടികളെ ദൈവങ്ങളായി പൂജിച്ചു വന്നതിൻ്റെ തെളിവുകൾ ലഭ്യമാണ്. ബഹുദൈവ വിശ്വാസധാരകളുടെ പോളിതീസം, മധ്യത്തിൽ അതിന് വിരുദ്ധമായി രൂപപ്പെട്ട വിശ്വാസ സംഹിതകളാണ് സെമിറ്റിക് അഥവാ ശേമ്യ മതങ്ങളിലും ഭാഷകളിലും സംസ്കാരത്തിലും പ്രകടമായത്. ബഹുദൈവങ്ങളെ ആരാധിച്ചു വന്ന ഒരു വിഭാഗം ജനത ഏകദൈവവിശ്വാസത്തിലേക്ക്, മോണോതെയിസത്തിലേക്ക് പരിണമിക്കപ്പെടുന്നത് അബ്രഹാമിൻ്റെ ചരിത്രത്തിലൂടെയാണ്. യോശുവയുടെ പുസ്തകം 24 അധ്യായം 2-14, ഉൽപ്പത്തി പുസ്തകം 12:1 മുതലുള്ള വാക്യങ്ങൾ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുമായുള്ള ഏക ദൈവത്തിൻ്റെ സംഭാഷണങ്ങൾ, ഈ ദൈവത്തോടുള്ള പിതാക്കന്മാരുടെ പ്രതികരണങ്ങൾ എന്നിവയെല്ലാം വാചികമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. യാക്കോബ് എന്ന ഇസ്രായേലിൻ്റെ 70 അംഗങ്ങളുണ്ടായിരുന്ന കുടുംബങ്ങൾ മധ്യപൂർവേഷ്യയിൽ നിന്നും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഈജിപ്തിലേക്ക് താമസം മാറ്റുന്നതോടുകൂടെ ഉണ്ടായ വളർച്ചയാണ് എബ്രായ ഭാഷയുടെ ലിപി രൂപീകരണവും വളർച്ചയും സാധ്യമാക്കിയത് എന്ന് കരുതാം. ചരിത്രത്തിൽ ഈജിപ്തിൻ്റെ പുനഃസംയോജന കാലഘട്ടം എന്നറിയപ്പെടുന്ന BC 2060 മുതൽ ആരംഭിച്ച രാജഭരണകാലത്താണ് ബഹുദൈവ വിശ്വാസികളുടെ നടുവിലേക്ക് ഏകദൈവ വിശ്വാസ അനുഭവങ്ങളുടെയും വാചിക പാരമ്പര്യങ്ങളുടെയും ഉടമകളായ ഇസ്രായേൽ ജനതയുടെ ആദിമ കുടുംബസംഘം താമസം ഉറപ്പിക്കുന്നത്. യോസെഫിൻ്റെ ഈജിപ്തിലെ സ്വാധീനം പരിഗണിച്ചാൽ ഗോശൻ ദേശം എന്ന പ്രദേശത്ത് കുടുംബസംഘമായി താമസിച്ച് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത ശൈലികളും ഭാഷയും വളർത്തുവാൻ സാധിച്ചിരുന്നുവെന്നും ഈജിപ്തുകാരോട് ഇടപഴകാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നതും യാക്കോബിൻ്റെയും യോസെഫിൻ്റെയും മരണവൃത്താന്തങ്ങളിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 29 മുതൽ 30 വരെയും 50 അധ്യായം 24-25 വാക്യങ്ങളും. യോസെഫിൻ്റെ കാലഘട്ടത്തെ തുടർന്ന് ചില നൂറ്റാണ്ടുകളെങ്കിലും ഇസ്രായേൽ ജനതയ്ക്ക് ഈജിപ്തിൽ സുരക്ഷിതമായി വളരുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം തെളിവുകൾ ലഭ്യമായിട്ടില്ല. ആ കാലത്ത് തന്നെ ഇസ്രായേലിൻ്റെ ഭാഷ വളരുകയും 22 അക്ഷരങ്ങളുള്ള ഭാഷയായി എബ്രായ ഭാഷ വികസിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഹീബ്രു ഭാഷയ്ക്ക് വവൽസ് രൂപപ്പെട്ടത് ക്രിസ്ത്വാബ്ദം 7-8 നൂറ്റാണ്ടുകളിൽ മാത്രമാണെന്നത് ഓർക്കേണ്ടതാണ്. ഈജിപ്ഷ്യൻ നാഗരികതയും ഭാഷയും, ഹെയറോഗ്ലിപ്സ് അക്ഷരങ്ങളും ഇതിനു മുമ്പ് തന്നെ പ്രയോഗത്തിൽ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇസ്രായേൽ ജനതയുടെ എണ്ണം പെരുകി വന്നതിനാൽ ഈജിപ്തുകാർ അവരെ നിർബന്ധിത അടിമത്തത്തിലേക്കും യാതനകളിലേക്കും വലിച്ചിഴച്ചു. തുടർന്ന് മോശയുടെ ചരിത്രത്തിൽ മിസ്രൈമിലെ ഭാഷ ഉൾപ്പെടെ വിവിധ ജ്ഞാനശാഖകളിൽ പ്രാവീണ്യം നേടുവാൻ ഫറവോൻ്റെ കൊട്ടാരത്തിലെ
വളർച്ചാ കാലത്തിൽ മോശയ്ക്ക് സാധിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 22-ാം വാക്യം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചനത്തിന് നേതൃത്വം നൽകിയ കാലഘട്ടത്തിൽ പിതാക്കന്മാരുടെ ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രമാണങ്ങൾ കേൾക്കുവാനും അത് എബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നതിനും മോശയ്ക്ക് സാധിച്ചു എന്ന് വേദലിഖിതങ്ങളിൽ നാം വായിക്കുന്നു. പുറപ്പാട് 24-ാം അധ്യായം 7-ാം വാക്യം, പുറപ്പാട് 31-ാം അധ്യായം 8-ാം വാക്യം. അങ്ങനെ ഇസ്രായേൽ ചരിത്രവും വേദപ്രമാണവും എബ്രായ ഭാഷയിലൂടെ ഗ്രന്ഥമായി പരിണമിക്കപ്പെട്ടു. പഞ്ചഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളിൽ മോശയുടെ ഭാഷ പ്രാവീണ്യം മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനതയുടെ ഗോത്ര ജീവിത ചരിത്രം, വിശേഷിച്ച് കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണത്തോട് വിശ്വസ്തത പുലർത്തുന്നതായി കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ജനത്തിൻ്റെ ഭാഷാ പരിജ്ഞാനക്കുറവ് തന്നെ ആയിരിക്കണം. കാർഷിക, വിപണന, ആരാധന, യാഗാദി കാര്യങ്ങളിൽ ജനം വളരുന്നു എങ്കിലും വേദപ്രമാണ പഠനങ്ങളിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അക്ഷരജ്ഞാനത്തിൻ്റെയും വേദപഠനത്തിൻ്റെയും പരാജയ വിവരണങ്ങളാണ് ന്യായാധിപ പുസ്തകങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രകടം ആകുന്നത്. ഇസ്രായേലിൻ്റെ വേദചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം വേദപരിജ്ഞാനത്തിൻ്റെ അഭാവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ചരിത്ര ഗ്രന്ഥ രൂപവൽക്കരണ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിൽ ശക്തമായി വികസിച്ച പ്രവചന പാരമ്പര്യങ്ങളെ അപഗ്രഥിച്ചാൽ ദൈവവചനത്തിൻ്റെ സാന്നിധ്യവും പ്രവചനങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയും നാമമാത്രമായെങ്കിലും നിലനിന്നിരുന്നു എന്ന് കാണാം. പുസ്തക രചന നടത്താത്ത പ്രവാചകന്മാരും പുസ്തകങ്ങൾ രചിച്ച പ്രവാചകരും വായ്മൊഴി, വരമൊഴി പാരമ്പര്യത്തിന് തെളിവുകളാണ്. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 19-ാം വാക്യം, 20:35, 2 രാജാക്കന്മാർ 2:3, 5:6, ഇരമ്യാവ് 30-ാം അധ്യായം 2-ാം വാക്യം. സമ്പന്നരായ രാജസദസ്സിനോടുള്ള ബന്ധത്തിലും നാമമാത്രമായ പ്രവാചക പശ്ചാത്തലത്തിലുമാണ് വേദപഠനം, ഭാഷാപഠനം, ചരിത്രം എന്നിവ ഇസ്രായേലിൽ ന്യൂനപക്ഷ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ബഹുഭൂരിപക്ഷവും ഭാഷാ പരിജ്ഞാനമില്ലാത്തവർ ആയിരുന്നു. ആകയാൽ ഇസ്രായേലിൽ വേദവചന വായന പരിമിതമായിരുന്നു എന്ന് സ്പഷ്ടം. 2-ാം ദേവാലയ കാലഘട്ടത്തിൽ ശാസ്ത്രിമാർ, റബ്ബിമാർ, പരീശർ, സദൂക്യർ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ട യഹൂദ ജനത ഭാഷയിലും വേദപുസ്തക രൂപീകരണത്തിലും മുൻകൈ എടുത്തതായി കാണുന്നു. സിനഗോഗുകൾ വ്യാപിച്ചതോടെ തോറ, നാബീം, കെദൂബീം എന്നിവ ചേർന്ന യഹൂദ ജനതയുടെ എബ്രായ ഭാഷയിലുള്ള വേദഗ്രന്ഥം വായിക്കപ്പെട്ടു. മാത്രമല്ല മിഡ്രാഷ്, മിഷ്ന, തൽമൂദ് മുതലായ ഗ്രന്ഥങ്ങളും അപ്പോക്രിഫ ഗ്രന്ഥങ്ങളും രൂപപ്പെട്ടത് എബ്രായ ഭാഷയുടെ വളർച്ചയും വേദവായനയുടെ വ്യാപനത്തിനുമുള്ള തെളിവുകളും ആണ്. BC 275 എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് സെപ്റ്റുവജന്റ് അഥവാ സപ്തതി എന്ന പേരിൽ എബ്രായ ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടതോടെ യവന ലോകത്തിലെ വിജ്ഞാന കുതികളുടെ അരികിലേക്ക് പഴയ നിയമ വേദഭാഗങ്ങൾ വായനയ്ക്കായി എത്തി. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ദരിദ്രർ അക്ഷരജ്ഞാനത്തിൻ്റെ അരികിൽ എത്താതെ അകന്നു പോയി. ശ്രവ്യ മാധ്യമത്തിൽ നിന്നും ദൃശ്യഭാഷയിലേക്ക് ദൈവവചന സന്ദേശം എത്തിയെങ്കിലും ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷത്തിനും അത് അപ്രാപ്യമായി മാറിയത് നേതൃത്വത്തിൻ്റെ വികലമായ സമീപനങ്ങളാൽ ആണ്. ഈ പശ്ചാത്തലത്തിലാണ് വചനം ജഡം, ശരീരം സ്വീകരിച്ച മനുഷ്യനായി പിറക്കുന്നത്. ക്രിസ്തു സംഭവത്തിലൂടെ അജ്ഞരായ ജനത്തിന് ദൈവസ്പർശനം സാധ്യമാകുകയും വിജ്ഞാനത്തിൻ്റെ ഉടമയായ ദൈവാത്മാവിൻ്റെ അഭിഷേകത്താൽ വിശ്വാസ സമൂഹങ്ങൾ രൂപപ്പെടുകയും ശരീരം ധരിച്ച യേശുവിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള വിശ്വാസ സംഗതികൾ യവന ഭാഷയിൽ വിരചിതമാകുകയും ചെയ്തു. AD 300 ക്രിസ്തുവിൻ്റെ നാമ മഹത്വത്തിനായുള്ള ഗ്രന്ഥങ്ങളുടെ എണ്ണം നിജപ്പെടുത്തപ്പെടുകയും
പഴയ പുതിയ നിയമങ്ങളടങ്ങിയ ക്രൈസ്തവ വേദപുസ്തകം മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും കൂട്ടായ്മയുടെ ഫലമായി ഭൂമിയിലെ ദൈവസാന്നിധ്യമായി നിലകൊള്ളുകയും ചെയ്യുവാൻ തുടങ്ങി. വേദപുസ്തക തർജിമകൾ. യവന ഭാഷയിൽ രൂപപ്പെട്ട പഴയ പുതിയ നിയമഗ്രന്ഥങ്ങൾ അക്കാലത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള പാർച്ച്മെൻറ്റ്, വെള്ളം എന്നിവയിൽ എഴുതപ്പെടുകയും പഴകി നഷ്ടമാകുന്നതിന് മുൻപേ പകർപ്പെഴുതി സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. സുറിയാനി, ലത്തീൻ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട വേദപുസ്തകം വിവിധ ഭാഷക്കാർക്ക് വായിക്കുവാനുള്ള ദൃശ്യാനുഭവങ്ങളായി മാറി. AD 3-ാം നൂറ്റാണ്ട് മുതൽ സഭ ആഗോള വ്യാപകമായി വ്യാപിച്ചതോടെ വേദപുസ്തക വായനയും വിപുലമായി കൊണ്ടിരുന്നു. 1440 ജർമ്മൻ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട വേദപുസ്തകം അച്ചടി യന്ത്രത്തിലൂടെ പ്രിൻ്റ് ചെയ്യപ്പെട്ട ആദ്യ പുസ്തകമായി ജനത്തിന് ലഭ്യമായി. 15-ാം നൂറ്റാണ്ട് മുതൽ വേദപുസ്തകം അതിവേഗത്തിൽ തർജ്ജമ ചെയ്യപ്പെടുകയും വേദപുസ്തക വായന ലോകമെങ്ങും വ്യാപിക്കുകയും ചെയ്തു. വേദപുസ്തകം കേരളത്തിൽ AD 52 മുതൽ സെയിൻറ്റ് തോമസ് കേരളത്തിലെത്തുകയും ക്രൈസ്തവ സഭ ആരംഭിക്കുകയും ചെയ്തു എന്ന് സഭാ പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്ന് അന്ത്യോക്യ, ക്നാനായ, കൽദയ, സിറിയ എന്നീ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ കേരളത്തിൽ എത്തിച്ചേരുകയും കേരളത്തിലെ നാട്ടുരാജാക്കന്മാരോട് ബന്ധം പുലർത്തുകയും ദേവാലയങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും സ്ഥാപിച്ച് വരികയും ചെയ്തു. എന്നാൽ അതാത് വിഭാഗങ്ങൾ അവരുടെ സ്വന്തം ഭാഷയിലെ ആരാധനാക്രമങ്ങളും വേദപുസ്തകവുമാണ് ഉപയോഗിച്ച് വന്നിരുന്നത്. പിൽക്കാലത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ എത്തിയെങ്കിലും അവരുടെ സ്വാധീനം വേദപുസ്തക പരിഭാഷകളിൽ കാണുന്നില്ല. 1600കളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാപ്ലൈന്മാരായി എത്തിയവരിൽ പ്രമുഖനായിരുന്ന ബുഖാനാൻ ആണ് മലയാള വേദപുസ്തക ഭാഷയ്ക്ക് പ്രചോദനമായി തീർന്നത്. 1806കളിൽ 1706 തന്നെ ഇതിനോടകം തമിഴ് ബൈബിളിൻ്റെ തർജ്ജമ നടന്നിരുന്നു. 1811 മലയാളത്തിൽ സുവിശേഷ വേദഭാഗങ്ങൾ ആദ്യമായി പരിഭാഷപ്പെടുന്നതിന് നേതൃത്വം നൽകിയത് തിമ്മപ്പപ്പിള്ള, പുലിക്കോട്ടിൽ ഫിലിപ്പോസ് റമ്പാൻ എന്നിവർ ആയിരുന്നു. ബോംബെയിലെ കൊറിയർ പ്രസിൽ ഈ ഗ്രന്ഥം അച്ചടിക്കപ്പെട്ടു. ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ. 1815 സഭകളിലേക്ക് വായനയ്ക്കായി ഇതിൻ്റെ പ്രതികൾ വിതരണം ചെയ്യപ്പെട്ടു. 1829 ബെഞ്ചമിൻ ബെയ്ലി പുതിയ നിയമം മുഴുവനായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് നേതൃത്വം നൽകി. 1841 ബൈബിൾ പൂർണ്ണമായി അച്ചടിച്ച് വിതരണം ചെയ്യുവാൻ CMS മിഷണറിമാർക്ക് സാധിച്ചു. 1872 ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്തു. ആർച്ച് ഡീക്കൻ കോശിയുടെ നേതൃത്വത്തിൽ നടന്ന മലയാളം തർജ്ജമ സത്യവേദപുസ്തകം എന്ന പേരിൽ 1910 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആദ്യത്തെ കാത്തലിക് മലയാളം തർജ്ജമ ചെയ്യപ്പെട്ടത് മഞ്ഞുമേൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. മഞ്ഞുമേൽ പ്രൊവിൻസിൻ്റെ നേതൃത്വത്തിലാണ് അത് സാധ്യമായത്. കാത്തലിക് സഭകൾ ദൈവാലയത്തിലാണ് ബൈബിൾ വായന അനുവദിച്ചിരുന്നത്. 1940 അതിൻ്റെ പുതിയ നിയമവും പ്രകാശനം ചെയ്യപ്പെട്ടു. ഏറ്റവും പ്രചാരത്തിലായ കാത്തലിക് പുതിയ നിയമ വിവർത്തനം മാണിക്കത്തനാരുടെ വിവർത്തനമാണ്. 1940 ഇത് അച്ചടിച്ചത്. സുറിയാനി പെഷിത്തയുടെയും ലത്തീൻ വൾഗേറ്റ് എന്നിവയെയും അടിസ്ഥാനമാക്കി 1963 റവറൻ ഫാദർ തോമസ് മൂത്തേടൻ സമ്പൂർണ്ണ ബൈബിൾ പരിഭാഷ നടത്തി മലയാള വേദപുസ്തകം വായന വിപുലമാക്കി. 1930, 1934, 1939 എന്നീ വർഷങ്ങളിൽ റവറൻ ഫാദർ മാത്യു വടക്കൻ തർജ്ജമ ചെയ്ത വേദപുസ്തക തർജ്ജമയും കാത്തലിക് സഭയ്ക്ക് ലഭ്യമായിരുന്നു. 1981 POC ബൈബിൾ ഏറെ ആധികാരികതയോടെ അച്ചടിക്കപ്പെട്ടു. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ കുടുംബങ്ങളിലേക്ക് വേദപുസ്തകം എത്തിച്ചേരുവാൻ ഇടയായി. വേദവായനയും പള്ളിക്കൂടങ്ങളും. മലയാള വേദവായന സാധ്യമാക്കണമെങ്കിൽ വിദ്യാലയങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു.
കോൺഗ്രിഗേഷണൽ, ആംഗ്ലിക്കൻ, ബാസൽ മിഷൻ മിഷണർമാരുടെ കഠിന പ്രയത്നത്താൽ പ്രധാന ആലയങ്ങളോടുകൂടെ വിദ്യാലയങ്ങളും ആരംഭിച്ചു. അവ പള്ളിക്കൂടം എന്ന മലയാളത്തിൽ വ്യവഹരിക്കപ്പെട്ടു. കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ വേദപുസ്തകമായിരുന്നു എന്ന് നാം അഭിമാനിക്കേണ്ട സംഗതിയാണ്. വേദവായനയും സുവിശേഷ പ്രതികളും. വേദവായനയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയ രംഗമാണ് സുവിശേഷ പ്രതികൾക്കുള്ളത്. ഇത്തരത്തിൽ ഏറ്റവും പ്രചരിക്കപ്പെട്ട സുവിശേഷ പ്രതി യോഹന്നാൻ്റെ സുവിശേഷമായിരുന്നു. സുവിശേഷ പ്രചാരണത്തിന് ഉത്സുകരായവരുടെ സഹായത്തിന് ബൈബിൾ സൊസൈറ്റി തയ്യാറാക്കിയ ലഘുലേഖകൾ, ട്രാക്ട്സ്, വായനയിൽ മലയാളികളുടെ ഹൃദയം കവർന്ന അനുഭവം ആയിരുന്നു. വേദവായനയും ബൈബിൾ ലഭ്യതയും. ധാരാളം സുവിശേഷ സംഘങ്ങൾ വേദപുസ്തക ഭാഗങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അവയിൽ പുതിയ നിയമം സൗജന്യമായി ലഭ്യമാക്കിയ ഗിദയോൻസ് വേദപുസ്തകം കേരളത്തിലെ എല്ലാവരെയും പ്രായഭേദമില്ലാതെ സ്വാധീനിച്ചു വരുന്നത് നമുക്കറിയാവുന്നതാണല്ലോ. ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറിയും ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയും ഈ രംഗത്ത് നൽകിയിരിക്കുന്ന സേവനം അതുല്യമാണ്. കേരളത്തിലെ ജനതയ്ക്ക് ഇണങ്ങുന്നതും അഭിരുചിയെ മാനിച്ച് വ്യത്യസ്തങ്ങളായ വിവർത്തനങ്ങൾ ലഭ്യമാക്കിയതിലൂടെ ബൈബിൾ വായനയുടെ തലങ്ങളെ വിശാലമാക്കിയത് വേദപുസ്തക സമൂഹമാണ്. വേദപുസ്തക വായനയും ബൈബിൾ സൊസൈറ്റിയും. ഗോഡ്സ് വേർഡ് ഫോർ ദ ഗോഡ്സ് വേൾഡ് എന്ന ലക്ഷ്യത്തിൽ 1811 മുതൽ സ്ഥാപിതമായ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുമായി മലയാള വേദപുസ്തക വായന കടപ്പെട്ടിരിക്കുന്നു. യാക്കോബായ, ഓർത്തഡോക്സ്, കാത്തലിക്, പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്ത് എന്നീ വിഭാഗങ്ങളും അവയിൽ തന്നെ അവാന്തര വിഭാഗങ്ങളുമായി കേരളത്തിൽ ക്രൈസ്തവ സഭ എന്ന വൃക്ഷം നാനാ ദിക്കുകളിലേക്ക് ശിഖരങ്ങൾ വിടർത്തി പടർന്നുകൊണ്ടിരിക്കുന്നു. വേദവായന തൽപരരായ സഭാ ശ്രേഷ്ഠന്മാരും സഭയുമാണ് കേരളത്തിൽ വേദവായന പ്രോത്സാഹിപ്പിച്ചത്. വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തതകൾ പുലർത്തിയെങ്കിലും വായന വ്യാപിക്കപ്പെട്ടു. 213 വർഷക്കാലം മാത്രമേ മലയാള വേദവായന ചരിത്രത്തിനുള്ളൂ. വേദവായന ആലയത്തിൽ. പ്രാരംഭകാലങ്ങളിൽ സിനഗോഗ് ആരാധനയുടെ ഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്ന വേദഭാഗ വായന ക്രൈസ്തവ ആരാധനയുടെ ഭാഗമായി തുടർന്നു എന്ന് മനസ്സിലാക്കാം. ലൂക്കോസ് 24, 44, 45 വാക്യങ്ങൾ. പഴയ നിയമ ഗ്രന്ഥങ്ങളെ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആദിമ സഭ വ്യാഖ്യാനിച്ചതായി കണക്കാക്കുന്നു. പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ എല്ലാം ഇത്തരം വായന നമുക്ക് ലഭിക്കുന്നു. എബ്രായ ലേഖനം ഇതിന് വലിയ തെളിവാണ്. ക്ലോഡിയസ് ബുഖാനാൻ 1806 കേരളം സന്ദർശിച്ചപ്പോൾ അങ്കമാലി ഭദ്രാസനാധിപൻ മാർ ഡയനഷ്യസ് ഒരു സുറിയാനി ബൈബിൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയിരുന്നു. പുരാതന മലയാള സഭകൾ അതാത് ലിറ്റർജിക്കൽ ഭാഷയുടെ പേരിൽ അറിയപ്പെട്ടതിനാൽ ആ ഭാഷകളിൽ വേദപുസ്തക വായനയും നടന്നിരുന്നുവെന്ന് അനുമാനിക്കാവുന്നതാണ്. എഫേസ്യർ 2:20 സുവിശേഷം, പ്രവാചക ഗ്രന്ഥം, പുതിയ നിയമ ലേഖനം എന്നിവയുടെ സൂചനകൾ ഉള്ളതിനാൽ പുതിയ പഴയ നിയമ ഭാഗങ്ങൾ ക്രൈസ്തവ ആരാധനയുടെ ഭാഗമായി മാറി എന്ന വസ്തുത നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആലയങ്ങളിൽ സുവിശേഷവും ലേഖനങ്ങളുമാണ് മലയാളക്കരയിൽ വായിക്കപ്പെട്ട ആദ്യ ഭാഗങ്ങളെന്ന് മനസ്സിലാക്കാം. 1811 മുതൽ 1829 വരെ സുവിശേഷം മാത്രവും 1829 മുതൽ 1941 വരെ പുതിയ നിയമ ഭാഗങ്ങളും 1841 മുതൽ പഴയ നിയമം ഉൾപ്പെടെയും കേരളത്തിൽ വായിക്കപ്പെട്ടു. വേദവായനയും സുവിശേഷ യോഗങ്ങളും. മലയാള വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും ഗണ്യമായ സ്വാധീനം ചെലുത്തിയത് വിവിധ സഭകൾ ക്രമീകൃതമായി നടത്തിവന്ന സുവിശേഷ യോഗങ്ങളാണ്. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്നിടത്ത് ഓരോ സഭകളും തങ്ങളുടേതായ വ്യാഖ്യാനങ്ങളിൽ ഊന്നിക്കൊണ്ട് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചതിലൂടെ വേദപുസ്തക വായന ആലയത്തിൽ നിന്നും ഭവനങ്ങളിലേക്ക് എത്തുന്നതിന് മുഖാന്തരമായി എന്നത് സംശയമറ്റ കാര്യമാണ്. ആലയത്തിലെ പുൽപ്പിറ്റിൻ്റെ ഉപയോഗവും പ്രസംഗവുമെല്ലാം ജനത്തെ വേദപുസ്തക വായനയ്ക്ക്
ഭവനങ്ങളിൽ പ്രേരിപ്പിക്കപ്പെടുകയും ഭവനവും ഒരു ആലയമെന്ന നിലയിൽ വളരുവാനായും കരുതപ്പെടുവാനും ഇടയായി. അങ്ങനെ പ്രഭാത പ്രാർത്ഥന, പ്രഭാത വേദവായന, പ്രഭാത സ്തുതി ഗാനങ്ങൾ എന്നിവയും വൈകുന്നേരവും ഇത് ആവർത്തിച്ച് കേരളക്കരയിലെ ക്രൈസ്തവ ഭവനങ്ങൾ ഓരോന്നും ദേവാലയമായി മാറുന്ന ചരിത്രവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതോടുകൂടെ ശിശുക്കളും പ്രായമുള്ള ഏവരും തന്നെ വേദപുസ്തക വായനയിൽ പ്രാവീണ്യം നേടുന്നതിന് ഇത് മുഖാന്തരമായി തീർന്നു എന്നതിന് സംശയമില്ല. ആയതുപോലെ ഈ കാലത്ത് തന്നെ VBSഉം സൺഡേ സ്കൂളും എന്നിവയുടെ ശക്തമായ വളർച്ചയും വേദപുസ്തക വായനയെ ഗണ്യമായി സ്വാധീനിച്ച സംഭവങ്ങളാണ്. വേദപുസ്തക വായനയും പ്രാർത്ഥന ഗ്രൂപ്പുകളും. ഓരോ സഭയും അവയിലെ അംഗങ്ങൾ പാർക്കുന്ന പ്രാദേശിക മേഖലകളിൽ ഒരുമിച്ചുകൂടി കൂട്ടായ്മ പ്രാർത്ഥനകൾ നടത്തി വരുന്നത് വേദവായനയെ വ്യാപിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നു. ഇത് ഇനിയും പുരോഗമിക്കേണ്ട ആവശ്യമുണ്ട്. സഭാ സംഘടനകൾ, സൺഡേ സ്കൂൾ, യുവജന സ്ത്രീജന സംഘടനകൾ എല്ലാം വേദവായനയ്ക്കും പഠനത്തിനും മുഖാന്തരമായി മാറുന്നതും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. വേദപുസ്തക പഠനവും സെമിനാരികളും. വേദപുസ്തക വായനയിലും പഠനത്തിലും ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മറ്റൊരു ഘടകം വൈദിക സെമിനാരികളാണ്. എല്ലാ സഭാ വിഭാഗങ്ങളിലും തന്നെ വേദപഠനത്തിനുള്ള സെമിനാരികൾ, കേരളത്തിലെ ആദ്യത്തെ സെമിനാരി എന്ന പഴയ സെമിനാരി മുതൽ നിയോ പെന്തക്കോസ്റ്റ് വിഭാഗത്തിന് വരെയും അനേക വേദപുസ്തക പഠനശാലകൾ വിവിധങ്ങളായ ഇടങ്ങളിൽ കേരളത്തിൽ വ്യാപിച്ചു വരുന്നത് നാം കാണുന്നു. വേദപുസ്തക വായനയെ സംബന്ധിച്ച് ദിവംഗതനായ ക്രിസോസ്റ്റം മാർത്തോമ തിരുമേനി സൂചിപ്പിച്ചിട്ടുള്ള ചിന്ത നാം മറക്കരുത്. വേദപുസ്തകം വായിക്കരുത്, പഠിക്കണം എന്നുള്ള ആലോചന തീർച്ചയായും നാം അനുസരിക്കേണ്ടത് തന്നെ. വേദപുസ്തകം ഹൃദയം കൊണ്ട് വായിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വേദപുസ്തക വായന കണ്ണുകൊണ്ടുള്ള നോട്ടം മാത്രമാകാതെ അത് നാവുകൊണ്ടുള്ള വായനയും, അതോടൊപ്പം തന്നെ വായനയിൽ വേദവചനത്തിൻ്റെ രുചി നാവിൽ അനുഭവിക്കുവാനും കഴിയണം. നാം വായിക്കുന്നത് നമ്മുടെ കാതുകൾ കൊണ്ട് തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിക്കണം. ആ വേദപുസ്തകത്തിലെ ജീവസ്പർശിയായ ഗന്ധങ്ങൾ നമ്മുടെ നാസികയിലൂടെ തന്നെ നമുക്കും അനുഭവിക്കുവാൻ കഴിയണം. വേദപുസ്തക വചനത്തിൻ്റെ മാസ്മരികത നമ്മുടെ ത്വക്കിലും സ്പർശനത്തിലും അനുഭവവേദ്യമാകണം. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും ഉപയോഗിച്ചാണ് വേദപുസ്തകം വായിക്കേണ്ടതെന്നാണ് നാം തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു യാഥാർത്ഥ്യം. ഇതാണ് ഹൃദയം കൊണ്ടുള്ള വേദവായന. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വചനത്തെ എത്തിക്കുമെന്നതിന് യാതൊരു സംശയവും ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് വചനം എന്ന് യേശു നമ്മെ പഠിപ്പിച്ചത് നാം മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം. ദൈവവചനം തീർച്ചയായും ദൈവാത്മാവാകയാൽ ആ ദൈവാത്മാവ് തന്നെയാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നത് എന്നും നാം അറിയുന്നു. അങ്ങനെ വചനം നമ്മുടെ ഓർമ്മയിൽ എത്തുന്നതിന് ഇപ്രകാരമുള്ള വേദവായന സഹായകമാണ് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഇതിൽ ഒതുങ്ങരുത് എന്നുള്ളതാണ് വേദപുസ്തക വായനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം. വേദപുസ്തകം വായിക്കുന്ന അവസരങ്ങളിൽ വേദപുസ്തകം പഠിക്കുവാനുള്ള പരിശ്രമങ്ങൾ ഓരോ ദൈവമക്കളിലും വിശ്വാസികളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വേദപുസ്തക പഠന നോട്ട്ബുക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. വേദപുസ്തകത്തിലെ ഓരോ ഭാഗവും വായിക്കുമ്പോൾ അവിടുന്ന് ലഭ്യമാകുന്ന ആലോചനകൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ശീലവും ഈ നാളുകളിൽ നാം വർദ്ധിപ്പിച്ച് എടുക്കുമ്പോൾ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ വേദപുസ്തക വായന എന്നത് വേദപുസ്തക പഠനമായി മാറും. ഇപ്രകാരം വേദപുസ്തകം വായിക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. ഉപസംഹാരം. ഈ ലോകത്തിൽ ആകമാനമായി 7000-ഓളം ഭാഷകളുണ്ട്. അതിൽ 3700-ഓളം ഭാഷകൾക്ക് അക്ഷരമാല അല്ലെങ്കിൽ ലിപി ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ വേദപുസ്തകം പൂർണ്ണമായി തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്
736 ഭാഷകളിലും പുതിയ നിയമം മറ്റ് വിവിധ ഭാഗങ്ങളുമായി ഏകദേശം 3000-ൽ പരം ഭാഷകളിലുമാണ്. വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ സകല ജാതികളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും സകല വംശത്തിൽ നിന്നും സകല ഭാഷയിൽ നിന്നുമുള്ളവർ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ ആരാധിക്കുമെന്ന് നാം വായിക്കുന്നു. 7000-ഓളം ഭാഷക്കാരായ ജനങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുക എന്ന സ്വർഗീയ ലക്ഷ്യം സ്ഥാപിതമാക്കുവാൻ നാം ഏറെ ഇനിയും മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. 736 ഭാഷയിൽ വേദപുസ്തകം ലഭ്യമാക്കി എന്നത് കേവലം 1440 മുതലുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ സംഭവങ്ങളാണെങ്കിൽ തന്നെയും ആധുനിക ലോകം നമുക്ക് നൽകുന്നതായ വിവരസാങ്കേതികത, സോഫ്റ്റ്വെയർ മുതലായ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് നമ്മൾ ഏറ്റവും ഭംഗിയായി ദൈവികമായി രൂപാന്തരപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. ഡിജിറ്റൽ ലോകത്തെ വേദവചനത്തിൽ നിറയ്ക്കുക എന്നത് ആധുനിക സഭാ ദൗത്യ ഭാഗമാണ്. ലിപി ഇല്ലാത്ത ഭാഷകളിലേക്ക് പോലും എപ്രകാരം വേദപുസ്തകത്തിൻ്റെ സന്ദേശം എത്തിക്കാമെന്നത് അതിവേഗം കണ്ടുപിടിച്ച് യാഥാർത്ഥ്യമാക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിന് ബാധ്യതയുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. എല്ലാ ഭാഷക്കാരും കർത്താവിൻ്റെ രക്ഷയുടെ പാട്ടുപാടുവാൻ, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന പാട്ട് പാടുവാൻ, എല്ലാ ഭാഷകളിലേക്കും വേദപുസ്തകം എത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധമായ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാ ദൈവമക്കളും തങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും പ്രാർത്ഥനയും സാമ്പത്തിക പിന്തുണയും തങ്ങളുടെ മക്കളെ വിവിധ ഭാഷകൾ പഠിക്കുവാനും ലിപി ഇല്ലാത്ത ഭാഷയിൽ എപ്രകാരം വേദപുസ്തക സത്യങ്ങൾ സംവേദനം ചെയ്യുമെന്നത് കണ്ടെത്തുവാനും അങ്ങനെ അതിവേഗത്തിൽ ദൈവവചനം എത്തിക്കുവാനും എല്ലാവരും തയ്യാറാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലേഖനം ഇവിടെ ഉപസംഹരിക്കുന്നു.